ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അർച്ചനയുടെ സംശയങ്ങൾ മാറ്റാനായി രുക്കു രാവിലെ എഴുന്നേറ്റ് വന്ന ഉടനെ അർച്ചനയുടെ മുന്നിൽ വെച്ച് മനം പുരട്ടുന്നത് പോലെ അഭിനയിക്കുകയാണ്. രുക്കു തകർത്ത് അഭിനയിക്കുന്നത് പോലെ ഒന്നും അറിയാത്തതുപോലെ അർച്ചനയും അവരുടെ മുന്നിൽ തകർത്ത് അഭിനയിക്കുന്നുണ്ട്. അതിനുശേഷം രുക്കു വളരെ ക്ഷീണിതയെ പോലെ അഭിനയിക്കുകയാണ്. ഗർഭിണിയാവുന്നത് ഇത്രയും വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു എന്നൊക്കെ രുക്കു പറയുന്നുണ്ട്. അതിനുശേഷം മഞ്ജുവും അർച്ചനയും അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. അടുക്കളയിലേക്ക് പോയി മഞ്ജു അർച്ചനയോട് പറയുന്നുണ്ട്, എന്തായാലും രാവിലെ തന്നെ രുക്കുവിന് വയ്യാത്തതല്ലേ, ഞാൻ ഈ ചായ കൊണ്ടുപോയി രുക്കുവിന് കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് മഞ്ജു പോവാൻ നിൽക്കുമ്പോ അർച്ചന മഞ്ജുവിനോട് പറയുന്നുണ്ട്, മഞ്ജു ഇപ്പൊ ചായ കൊണ്ടുപോയി കൊടുക്കണ്ട, അവൾക്കിപ്പോൾ ചായയല്ല വേണ്ടത്, മനം പുരട്ടുന്നത് കൊണ്ട് തന്നെ പാവയ്ക്ക ജ്യൂസ് കൊടുക്കാമെന്ന് പറഞ്ഞ് അർച്ചന രുക്കുവിന് പ്രത്യേകമായി പാവയ്ക്ക ജ്യൂസ് തയ്യാറാക്കുകയാണ്. റൂമിലേക്ക് പോയ അച്ചുവും രുക്കുവും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അച്ചു രുക്കുവിനോട് പറയുന്നുണ്ട്, നമ്മൾ ശരിക്കും പെട്ടു രുക്കു, ചേച്ചിക്ക് എന്തൊക്കെ സംശയങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ, ഈ വ്യാജഗർഭം ചേച്ചി എന്തായാലും പിടിക്കുമെന്ന് അച്ചു വളരെ ടെൻഷനോടെ രുക്കുവിനോട് പറയുന്നുണ്ട്. ഇത് കേട്ട് രുക്കുവിനും ആകെ ടെൻഷൻ ആവുകയാണ്. അതിനുശേഷം അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പാവയ്ക്ക ജ്യൂസും തയ്യാറാക്കിക്കൊണ്ട് അർച്ചന അങ്ങോട്ടേക്ക് വരുന്നത്. ആ ജ്യൂസ് രുക്കുവിന് കൊടുത്തുകൊണ്ട് പറയുന്നുണ്ട്, രുക്കു നീ ഇപ്പൊ ചായ ഒന്നും കുടിക്കണ്ട, ഇത് കുടിക്ക്, എന്തായാലും നിനക്ക് മനം പുരട്ടലുള്ളതല്ലേ, ഈ ജ്യൂസ് ഗർഭിണികൾ കുടിക്കുന്നത് നല്ലതാണ്, ഇത് ഗർഭമില്ലാത്ത സ്ത്രീകൾ കുടിച്ചാൽ ഭയങ്കര കയ്പായിരിക്കും, ഗർഭിണികൾക്ക് പൊതുവെ കയ്പ് തോന്നാറില്ല എന്നൊക്കെ അർച്ചന രുക്കുവിനോട് പറഞ്ഞ് ആ ജ്യൂസ് കുടിക്കാനായി പറയാണ്. ചും രുക്കുവും ശരിക്കും പെട്ടുപോയി എന്ന് മനസ്സിലാവുന്നുണ്ട്. അതിനുശേഷം രുക്കു അത് വാങ്ങിച്ചു കുടിക്കുന്നുണ്ട്. വളരെ കയ്പോടുകൂടി രുക്കു അത് കുടിക്കുന്നുണ്ടെങ്കിലും അർച്ചന നോക്കി ചിരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് രുക്കുവിനോട് പറയുന്നുണ്ട്, നാളെ നിങ്ങൾ ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോകുന്ന സമയത്ത് ഞാനും നിങ്ങളുടെ കൂടെ വരുന്നുണ്ടെന്ന് പറയാണ്. പിന്നീട് അർച്ചന പോവുകയാണ്. പോയതിനു ശേഷം രുക്കു വേഗം തന്നെ പോയി ആ ജ്യൂസ് എല്ലാം വൊമിറ്റ് ചെയ്ത് കളയുന്നുണ്ട്. പിന്നീട് രുക്കു അച്ചുവിനോട് പറയുന്നുണ്ട്, ചേച്ചി ഹോസ്പിറ്റലിലേക്ക് വരുന്നത് നിനക്ക് തടയാൻ പറ്റില്ലെങ്കിൽ അതിനുള്ള വഴി ഞാൻ കണ്ടെത്താമെന്ന് പറഞ്ഞ് രുക്കു അച്ചുവിനോട് ദേഷ്യപ്പെടുകയാണ്. പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ പോവാനായി നിൽക്കുകയാണ് രുക്കുവും അച്ചുവും. അച്ഛനെ കൂടെ വരാതിരിക്കാൻ വേണ്ടി രുക്കു എന്തോ പണിയൊപ്പിക്കുന്നുണ്ട്. അതിനായി അമ്പാട്ട് വീട്ടിലേക്ക് രാവിലെ തന്നെ ചന്ദ്രയും എത്തുന്നുണ്ട്. പിന്നീട് അർച്ചന അങ്ങനെ വിഷമത്തോടുകൂടി നിൽക്കുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത്. നാളെ ഒരു കിടിലൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. ബൈ, ഗുഡ് നൈറ്റ്.